2023 അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 2024 24 വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകം. പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതീക്ഷകളുമൊക്കെയാണ് അടുത്ത കൊല്ലം നമുക്കുണ്ടാകുക. പരമ്പരാഗത ആഘോഷവേദികളും യുവതയുടെ പുതിയ സങ്കേതങ്ങളും ഇന്ന് അർദ്ധരാത്രിയോടെ ആവേശത്തിൻ്റെ കൊടുമുടി കയറും. തിരുവനന്തപുരത്തെ ശംഖുമുഖം, ഫോർട്ട് കൊച്ചി, കോഴിക്കോട്ട് ബീച്ച്, ഇങ്ങനെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷവേദികളൊക്കെ ഇന്ന് അർദ്ധരാത്രി ഇളകി മറിയും. പുതുവത്സരപ്പിറവി ലഹരിമുക്തമാക്കണം, അപകടരഹിതമാക്കണം. പോലീസും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊപ്പം ആളുകൾ, നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, അദ്ദേഹം ഇപ്പോൾ മാനവീയം വീതിയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രതീക്ഷയോടെ സർക്കാർ കൊണ്ടുവന്ന തിരുവനന്തപുരത്തെ മാനവീയം വീതി സാമൂഹ്യ വിരുദ്ധന്മാർ പലപ്പോഴും അഴിഞ്ഞാടി ഈ സ്ഥലത്തെ കുപ്രസിദ്ധമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇടപെടണം. കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാർ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ചേരുന്നത്. അതുപോലെ ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയുണ്ട്. ഈ മെറീന ബീച്ചിലൊക്കെ എന്ത് നടക്കുമെന്ന് അറിയണ്ടേ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് MG പ്രതീഷിലേക്ക് പോകാം. മാനവീയം വീതിയിലാണുള്ളത്. ഗുഡ് മോർണിംഗ്. അതായത് പ്രതീഷ്, ഈ മാനവീയം വീതി ആളുകൾക്ക് അടിച്ചു പൊളിക്കാനുള്ള സ്ഥലമായിരുന്നു. പക്ഷേ സാമൂഹ്യ വിരുദ്ധർ വന്ന് പൊളിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പുതുവത്സരം വരാൻ പോകുന്ന ദിവസം സർക്കാർ ചെയ്തിട്ടുള്ളത്? SKN ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നൈറ്റ് ലൈഫ് ഇടങ്ങളിലൊന്നായി മാനവീയം വീഥി മാറിക്കഴിഞ്ഞു. ഈ മാനവീയം വീഥിയുടെ സവിശേഷതകൾ കൊണ്ടും ഒപ്പം ഈ ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി മാനവീയം വീഥി എപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും പുതുവത്സരാഘോഷം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അക്രമ സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് മറ്റിടങ്ങളിലേക്കാൾ കൂടുതൽ കർശനമായ ചില നിയന്ത്രണങ്ങൾ മാനവീയം വീഥിയിൽ കൊണ്ടുവരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം സാധാരണഗതിയിൽ ഈ രാത്രി മുഴുവൻ മാനവീയം വീഥിയിൽ ആളുകൾക്ക് ചെലവഴിക്കാം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുതുവത്സരാഘോഷം പരിഗണിച്ച ഇന്ന് രാത്രി 12:30 വരെ മാത്രമായിരിക്കും മാനവീയം വീഥിയിലേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവുക. 12:30 ശേഷം ഈ രണ്ട് വശത്ത് മാനവീയം വീഥിയിലേക്ക് കടക്കാൻ കഴിയുന്ന രണ്ട് വശങ്ങളിലും ബാരിക്കേഡ് വെച്ച പോലീസ് ഇത് അടയ്ക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രധാനമായും അത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം പോലീസ് അടക്കം പറയുന്നത് ഈ മറ്റ് ബീച്ചുകൾ, കോവളം ഒപ്പം ശംഖുമുഖം അടക്കം ബീച്ചുകളിൽ പുതുവത്സരാഘോഷം 12 മണിക്ക് ശേഷം നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഘോഷം കഴിഞ്ഞ് മാനവീയം വീഥിയിൽ രാത്രി തങ്ങാൻ അനുവദിച്ചാൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അത് ചില ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു നിഗമനത്തിലാണ് അത്തരത്തിലൊരു നിയന്ത്രണം മാനവീയം വീഥിയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ രാത്രി 12:30 ശേഷം എന്തായാലും മാനവീയം വീഥിയിലേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കുന്നുണ്ട്. 6 മണിക്ക് ശേഷം വലിയ സുരക്ഷയായിരിക്കും, ഒപ്പം വലിയ പരിശോധനകളായിരിക്കും മാനവീയം വീഥിയിൽ ഉണ്ടാവുക. മഫ്തിയിലടക്കം വനിതാ പോലീസും ഒപ്പം പുരുഷ പോലീസും മാനവീയം വീഥിയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും അനുവദിക്കില്ല എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ലഹരിയുടെ ഉപയോഗമാണ്. ലഹരിയുടെ ഉപയോഗം തടയുന്നതിനും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിരിക്കും. ലഹരി പരിശോധിക്കാനുള്ള ഈ പ്രത്യേക ഡ്രഗ് കിറ്റുകൾ, ഒപ്പം ബ്രത്ത് അനലൈസർ അടക്കമുള്ള സൗകര്യങ്ങൾ കൊണ്ടുവന്നായിരിക്കും പരിശോധന നടത്തുക. എന്തായാലും ഈ പുതുവത്സരം ആഘോഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ എത്തുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് കനകക്കുന്നാണ്. ഈ ദീപാലങ്കാരം കാണാനും ഫ്ലവർ ഷോ കാണാനും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അതിനുശേഷം വന്ന് മാനവീയം വീഥിയിൽ സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ ഈ അനുവദിച്ചു തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അതിരുവിടരുത് എന്ന് തന്നെയാണ് പോലീസ് അടക്കം പറയുന്നത്. ഇനി അജീഷ് ജയകുമാർ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അജീഷ്, ഇന്ന് പാപ്പാഞ്ഞി കത്തിക്കുന്നതുമായിട്ടുള്ള വിവാദം കൊഴുക്കുന്നു. അതേപോലെ അവിടെ പോലീസിൻ്റെ ഇടപെടലും കാര്യമായിട്ടുണ്ട്. RDOയുടെ തീരുമാനത്തെക്കുറിച്ചും വിവാദം കത്തിപ്പടരുന്നു. എന്തൊക്കെയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ നിൽക്കുന്നത് ഇന്ന് രാത്രി കത്തിക്കാൻ പോകുന്ന ഈ പാപ്പാഞ്ഞിക്ക് മുൻവശമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സംബന്ധിച്ച ഒരു വിവാദമുണ്ടായിരുന്നു. അത് മുഖസാദൃശ്യമായിരുന്നു അന്നത്തെ വിവാദത്തിന് കാരണം. ഇന്ന് പക്ഷേ മറ്റു രണ്ട് കാരണങ്ങളാണ് ഈ വിവാദമുണ്ടാക്കിയത്. അതിലൊന്നാമത്തേത്, ഈ ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു നാടകം കളിക്കുവാനായി തീരുമാനിച്ചിരുന്നു ഇവിടുത്തെ ഒരു ക്ലബ്ബ്. ആ ക്ലബിനെ സംബന്ധിച്ച് അവർ
ആ നാടകത്തിന് കിട്ടുന്ന പേര് സംബന്ധിച്ചായിരുന്നു വിവാദം. അതിനുശേഷം ഇതിന് തൊട്ടപ്പുറത്ത് ഈ പരേഡ് ഗ്രൗണ്ടിലാണ് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതെങ്കിലും ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ വെളിയ മൈതാനമുണ്ട്. ഈ വെളിയ മൈതാനത്തിൽ അവിടുത്തെ പ്രാദേശികമായ ഒരു ക്ലബ്ബ് ഒരു പാപ്പാഞ്ഞിയെ അവിടെ സ്ഥാപിച്ചിരുന്നു. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വിവാദമുണ്ടായത്. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നതുകൊണ്ട് തന്നെ ഇത് കത്തിക്കരുതെന്ന് RDO ഉത്തരവിറക്കിയിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ACPയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ വലിയ ആൾക്കൂട്ടം കൂടുന്ന ഈ മൈതാനത്ത് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ രണ്ടിടത്ത് ഒരേ സമയം കത്തിച്ചു കഴിഞ്ഞാൽ ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. പോലീസിന് ഒരേ സമയം രണ്ടിടത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. പോലീസ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ പരേഡ് ഗ്രൗണ്ടിലാണ്. ഇവിടെ ഏകദേശം 40,000 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുമാത്രമല്ല ഈ പ്രവേശന കവാടങ്ങൾ കൂടുതലായി കയറ്റി ഇതിനകത്ത് പല തട്ടുകളായി തിരിച്ചായിരിക്കും ഇവിടുത്തെ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടാവുക. കൂടാതെ തന്നെ ഇവിടെ വനിതാ പോലീസിൻ്റെ മഫ്തിയിൽ ഉള്ള വനിതാ പോലീസിൻ്റെ സുരക്ഷയുണ്ടാവും. പലയിടത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1000-ലധികം പോലീസുകാരുടെ സുരക്ഷ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പല അടിസ്ഥാന സൗകര്യങ്ങളിലും വീഴ്ച ഉള്ളതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അതിലൊന്നും ഒരു മാറ്റമില്ല. കാരണം ഇവിടെ ഈ മൂത്രപ്പുരകളുടെ കാര്യത്തിൽ വലിയ കുറവുണ്ട്. ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് രാത്രി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തുമ്പോൾ തന്നെ ഇവർക്ക് നിലവിൽ ഈ കോർപ്പറേഷൻ്റെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലും ഒപ്പം തന്നെ ഇവിടെ ഒരു പൊതു ശൗചാലയം, അങ്ങനെ 3 ശൗചാലയം മാത്രമാണുള്ളത്. ഇത്രയും ആളുകൾ ഒരുമിച്ചെത്തുമ്പോൾ അവർക്ക് കിലോമീറ്ററുകൾ നടന്ന് പല പെട്രോൾ പമ്പുകളിലുമൊക്കെ പോയി മൂത്രമൊഴിക്കേണ്ട ഒരു ഗതികെട്ട ഒരു അവസ്ഥയാണുള്ളത്. അത് നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അങ്ങനെ ഒരു സൗകര്യം ഒരുക്കാൻ ഇവിടുത്തെ പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു കുറവ് നിലവിലുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണി വരെ മാത്രമേ ഈ ആളുകൾക്ക് ഈ വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. തോപ്പുംപടിയിലും അതായത് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ വൈകിട്ട് 4 മണിയോടുകൂടി അടയ്ക്കും. പിന്നീട് വാഹനങ്ങൾ അതിനപ്പുറത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നടന്നു വരേണ്ടി വരും. അതുമാത്രമല്ല രാത്രി 12 മണിക്ക് ഇന്ന് പാപ്പാഞ്ഞിയെ തിരികൊളുത്തുമ്പോൾ അതിനുശേഷം ആളുകൾക്ക് മെല്ലെ പോകാനായിട്ടുള്ള സൗകര്യങ്ങളും എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ സൗകര്യങ്ങളാണ്, വലിയ ക്രമസമാധാന പ്രശ്നം അതിരുവിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് പോലീസ് അടക്കം ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഇനി ചെന്നൈയിലേക്ക് മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ്. മറീന ബീച്ചും അതുപോലെ തന്നെ ബസന്ത് നഗർ ബീച്ചും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ചെന്നൈയിൽ ആഘോഷങ്ങൾ ഉണ്ടാവുക. കഴിഞ്ഞ 2 വർഷമായി നമുക്കറിയാം കാര്യമായുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ ഈ പറഞ്ഞ ബീച്ചുകളിലേക്കൊക്കെ എത്തുന്നതിൽ വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എന്തായാലും അങ്ങനെ ഒരു കടുത്ത നിയന്ത്രണത്തിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല. ആഘോഷിക്കാൻ തന്നെയാണ് പോലീസും പറയുന്നത്. പക്ഷേ കൃത്യമായ നിയന്ത്രണങ്ങൾ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ, ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്ന കാര്യത്തിലൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ, കൃത്യമായ നിഷ്കർഷകൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ചെന്നൈ നഗരത്തിൽ മാത്രം, അതായത് സാധാരണ നിലയിൽ ഉള്ള വാഹന പരിശോധന കേന്ദ്രങ്ങൾ ചെന്നൈ നഗരത്തിലുണ്ട്. അതിനു പുറമെ 25 ഇടങ്ങളിൽ അധികമായി വാഹന പരിശോധന നടക്കും. ഈ പറഞ്ഞ രീതിയിൽ മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ വാഹനം പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച വലിയ തോതിലുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഇത്. കാരണം എത്രയധികം ആളുകൾ ഒരുപക്ഷെ മറീന ബീച്ചിലേക്കും അതുപോലെ തന്നെ ബസന്ത് നഗർ പോലുള്ള മേഖലകളിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞ 2 വർഷത്തെ നിയന്ത്രണങ്ങളെ മറികടന്ന് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഇല്ലാതെ ആളുകൾക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവിടെയും റെസ്ട്രിക്ഷൻ ഉണ്ട്. മെട്രോ വർക്കുകൾ നടക്കുന്നുണ്ട് മറീന ബീച്ചിൽ. അപ്പോൾ വളരെ ചുരുങ്ങിയ മേഖലകളിൽ മാത്രമായിരിക്കും പക്ഷെ ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. എന്തായാലും ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ട് പോലീസും ജാഗരൂകരായി തന്നെ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുമുണ്ട്. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ചെന്നൈയിൽ നിന്നാണ് മനീഷ് നമുക്കൊപ്പം ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.